ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വളരെ സുപ്രധാനമായ ഒന്നാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഇന്നത്തെ ചിന്താവിഷയം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെളിപ്പാട് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. വേദപുസ്തകത്തിൽ പല പുസ്തകങ്ങളുണ്ട്. ഒന്ന് പ്രവചന പുസ്തകങ്ങളുണ്ട്, കവിതകളുണ്ട്, എപ്പിസ്റ്റൽ എഴുത്തുകളുണ്ട്, ലേഖനങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല പുസ്തകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രവചന പുസ്തകങ്ങൾ. പ്രവചന പുസ്തകങ്ങൾ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ്. ഭാവി കാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ മുഖ്യമായും നമുക്ക് പറയാൻ പറ്റുന്നത് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവുമാണ്. ദാനിയേലും വെളിപ്പാടും പ്രവചനങ്ങളാണ്. ഈ പ്രവചനങ്ങൾ എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇതിന് അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്നാണ് പറയുക. അതായത് ഉപമേയങ്ങളും ഉപമകളും അടയാളങ്ങളും കൊണ്ടാണ് ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തെ നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉപമകളുടെയും ഒക്കെ അടയാളങ്ങളുടെയും അർത്ഥം എന്താണെന്ന് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ അല്പം അവിടെ അല്പം എന്ന രീതിയിൽ ഇത് എന്താണെന്ന് വിശദമാക്കുന്ന രേഖകൾ വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ഭാവിയിൽ വരാനിരിക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എപ്പോഴും പ്രവചനങ്ങൾ അങ്ങനെയാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നതാണ് പ്രവചനങ്ങൾ. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നാളത്തെ ലോകത്തിൻ്റെ ഭാവി എന്താണ്, നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് വെളിപ്പാട് പുസ്തകം പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നുള്ളതാണ്. ഇത് യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. പലപ്പോഴും അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ പറയുമ്പോൾ പ്രവചനങ്ങളിൽ യേശുക്രിസ്തു ഇല്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കാണാൻ സാധിക്കില്ല എന്നാണ് പലരും പറയുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ വാചകം തന്നെ ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിനെ പറഞ്ഞുകൊണ്ടാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, യേശുക്രിസ്തു സ്വയം വെളിപ്പെടുത്തിയത്, യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തപ്പെട്ടത് എന്ന് പറയുന്നു. അതുകൊണ്ട് പ്രവചന പുസ്തകങ്ങളിൽ നമുക്ക് യേശുക്രിസ്തുവിനെ കാണാം. യേശുക്രിസ്തുവിനെ കൂടാതെ സഭയ്ക്ക് നിലനിൽപ്പില്ല. ഇന്ന് പല ആളുകളും പറയുന്നത് ക്രിസ്തു ഇല്ലാതെ ഒരു സഭ ഇല്ല, ക്രിസ്തുവാണ് സഭയുടെ തല. യേശുക്രിസ്തു ആകുന്ന സഭയിൽ നിന്നാണ് എല്ലാ സഭകളും നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുവിനെ അല്ലാതെ ഈ പുസ്തകത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല. അടുത്ത വരി പറയുന്നു, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യമാണ്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യർക്ക് അവൻ്റെ ദൂതന്മാരിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്, അവൻ്റെ ദാസന്മാരെ കാണിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തി അത് യോഹന്നാന് കൊടുത്തു ദൂതന്മാർ മുഖാന്തരം. അത് യോഹന്നാൻ വഴി നമുക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. യോഹന്നാൻ, വെളിപ്പാടുകാരനായ യോഹന്നാനാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് കണ്ടതും കാണിച്ചു കൊടുത്തതുമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്നു. അത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും അതനുസരിക്കുന്നവരും
ഭാഗ്യവാന്മാരാണ്, കാരണം സമയം അടുത്തിരിക്കുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ലോട്ടറി അടിച്ചെങ്കിലേ നമ്മൾ ഭാഗ്യവാന്മാരാകൂ. കാരണം ലോട്ടറിക്കാരുടെ പരസ്യം അങ്ങനെയാണല്ലോ, ഭാഗ്യവാൻ ഭാഗ്യവാൻ നാളത്തെ ഭാഗ്യവാൻ. കാരണം ഭാഗ്യവാനാകാൻ ശരിക്കും ഒരിക്കലും നമ്മൾ ലോട്ടറി എടുക്കണമെന്നൊന്നുമല്ല ബൈബിൾ പറയുന്നത്. വെളിപ്പാട് പുസ്തകം, ഈ വചനം വായിക്കുക, വായിച്ചു കേൾക്കുക, അതനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാനാണ്. കാരണം സമയം അടുത്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് സമയം അടുത്തിരിക്കയാൽ ലോകത്തിൻ്റെ നാശത്തിനും യേശുക്രിസ്തുവിൻ്റെ വരവിനും യേശുക്രിസ്തുവിൻ്റെ രാജ്യസ്ഥാപനത്തിനും സമയം അടുത്തിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തിയത്, അവന് കൊടുത്തത്, ദൂതന്മാർ മുഖാന്തരം യോഹന്നാൻ, വെളിപ്പാടുകാരനായ യോഹന്നാന് കൊടുത്തത് നമുക്ക് ലഭിച്ചത് എന്ന് പറയുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകമായ സന്ദേശമുണ്ട്. ഇത് വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിലാണ് കാണുന്നത്. 3 ദൂതന്മാരുടെ ദൂതുകൾ എന്നാണ് പറയുന്നത്. അത് വെളിപ്പാട് പുസ്തകം 14 അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് കാണുക. ഞാൻ വായിക്കാം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷവും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്ന് വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമധ്യം. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവർ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്ന് പറയുകയാണ്. ഇത് ഈ കാലഘട്ടത്തിലേക്കുള്ള സുപ്രധാനമായ 3 സന്ദേശമാണ്. അതിൽ ഒന്നാമത്തെ സന്ദേശം ഇങ്ങനെയാണ് പറയുന്നത്: വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് കണ്ടു. അതായത് ദൂതൻ ആകാശമധ്യേ പറക്കുന്നു. അതായത് ഒരു ദൂതൻ എപ്പോഴും സന്ദേശവാഹകനാണ്, സന്ദേശം പകർന്നു കൊടുക്കുന്നവനാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ വളരെ വേഗത്തിൽ പറക്കുന്ന ദൂതൻ്റെ ചിറകുണ്ട്, അത് വേഗതയെ സൂചിപ്പിക്കുന്നു. വളരെ വേഗത്തിൽ പറക്കുന്നത് ഞാൻ കണ്ടു. വളരെ വേഗത്തിൽ അറിയിക്കാനുള്ള ഒരു സന്ദേശമാണ്. സന്ദേശം ഇതാണ്: സകല ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. അതായത് ഈ ദൂതൻ്റെ കയ്യിൽ ഒരു സുവിശേഷമുണ്ട്, നിത്യമായ സുവിശേഷം, ഒരിക്കലും നശിച്ചു പോകാത്ത സുവിശേഷം ഉണ്ട് എന്ന് പറയുകയാണ്. സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും ജാതികളോടും അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. അതാണ് ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒരു നിത്യ സുവിശേഷമുണ്ട്. ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും അറിയിക്കാനുള്ള നിത്യ സുവിശേഷം എന്നാണ് പറയുന്നത്. സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം. ഇന്ന് നമ്മൾ സുവിശേഷം ഒരുപാട് കേൾക്കുന്നുണ്ട്. എവിടെ പോയാലും സുവിശേഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി മരിച്ചു. അവൻ നമ്മളുടെ പാപത്തിന് പരിഹാരമായി തീർന്നു. അതിൽ വിശ്വസിക്കുകയും അവനെ ഈ രക്ഷകനായി ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് സുവിശേഷം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ അന്ത്യകാലത്തേക്ക് വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വെളിപ്പാടുകാരൻ പറയുന്നു, സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും അറിയിപ്പാൻ എൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ട്. ആ സുവിശേഷം എന്താണെന്ന് താഴത്തെ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. എന്താണ്?
ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. ദൈവത്തെ ആരാധിക്കുവീൻ. ഭയപ്പെട്ട് ആരാധിക്കുക എന്ന് വെച്ചാൽ പേടിക്കുക എന്നല്ല, ആരാധനയാണ്. ദൈവത്തോടുള്ള ബഹുമാനം കലർന്ന ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? കാരണം അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ന്യായവിധിക്ക് സമയമായിരിക്കുന്നു എന്നാണ്. എന്താണ് ന്യായവിധി? കർത്താവ് പറഞ്ഞു, ഞാൻ രണ്ടാമത് ഭൂമിയിലേക്ക് വരുന്നത് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ എൻ്റെ പക്കൽ പ്രതിഫലമുണ്ട്. നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നമ്മളെ ന്യായം വിധിച്ച് നമുക്ക് ഒരു നല്ലത്, അല്ലെങ്കിൽ ദൈവരാജ്യം, അല്ലെങ്കിൽ നിത്യജീവൻ, അല്ലെങ്കിൽ ശിക്ഷ, നിത്യമരണം എന്നിവ ദൈവം പ്രതിഫലമായി നൽകാൻ ആഗ്രഹിക്കുന്നു. അതാണ് എല്ലാവരും അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലം കിട്ടുന്നതിന് വേണ്ടി ന്യായവിസ്താര സഭയിൽ നിൽക്കണം എന്ന് പറയുന്നു. അതിനുള്ള സമയമായിരിക്കുന്നു. ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആകാശവും ഭൂമിയും ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനെ ആരാധിപ്പീൻ. അതായത് സൃഷ്ടിച്ചവനെ ആരാധിക്കണം. ആകാശവും ഭൂമിയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് ഈ സന്ദേശം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താണ് സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം? നമുക്ക് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ് കാണുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആളുകൾ മറന്നു പോകുന്ന ഒരു കാര്യം എപ്പോഴും ആരെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കും. ലോകം അത് മറന്നു പോകും. അതുകൊണ്ടാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. അതായത് ഈ അന്ത്യകാലത്ത് ദൈവം ലോകത്തോട് ഓർമ്മിപ്പിക്കുന്നത് സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആകാശവും ഭൂമിയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിപ്പീൻ എന്ന് പറയുകയാണ്. ആരാണ് ഈ സൃഷ്ടിച്ച ദൈവം? ആരാണ് സൃഷ്ടിച്ച ദൈവം എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുകയാണ്. അതായത് ആദിയിൽ ദൈവം ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ദൈവം വചനമായിട്ട് യേശുക്രിസ്തുവുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാണ് വചനം. അതാണ് യോഹന്നാൻ സുവിശേഷം എഴുതി യോഹന്നാൻ നമ്മളോട് പറയുന്നത്, കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ വചനമായിട്ട് കർത്താവ് ആണ് ലോകത്തെ സൃഷ്ടിച്ചത്. സകലവും അവൻ മുഖാന്തരമുളവായി, അവനെ കൂടാതെ ഉളവായത് ഒന്നുമില്ല. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് പറയുന്നത്. അതായത് യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ സൃഷ്ടിതാവ്. വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എന്ന് പറയുന്നു. അതായത് ആദി മുതൽ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വേദപുസ്തകം പരിശോധിക്കുകയാണെങ്കിൽ അത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അത് യേശുക്രിസ്തു നൽകുന്ന രക്ഷാപദ്ധതിയെക്കുറിച്ചിട്ടുള്ളതാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ സൃഷ്ടിതാവായി ആരാധിക്കണം. അത് ലോകം മറന്നു പോകും. അതുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുകയാണ്. ഇനിയും ദൈവം സൃഷ്ടിച്ച സന്ദർഭത്തെ നമ്മൾ ഓർക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ഭൂമി ഇരുൾ നിറഞ്ഞതായിരുന്നു,
പാഴും ശൂന്യവുമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇരുളിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതായത് ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു, പിതാവായ ദൈവമുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് ഇരുളിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുക. പരിവർത്തിക്കുക എന്നുള്ള വാക്കിന് തുല്യമായ ഇംഗ്ലീഷ് പദം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വീണ്ടും കാണാം. അവിടെ പറയുന്നത് യെരൂശലേമിലും മരുഭൂമിയിലും ചുറ്റിപ്പാർത്തിരുന്നു, കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങളെ ഇളക്കുന്നത് പോലെ പരിശീലിപ്പിക്കുന്നത് പോലെ എന്ന് എഴുതിയിരിക്കുകയാണ്. അതായത് മോശ 40 വർഷം മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് നടക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ കാട്ടിൽ കിളികൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അന്തരീക്ഷത്തിൽ ചിറകടിച്ച് പറന്ന് നിൽക്കുന്നതിനെ അത് ഓർമ്മിപ്പിക്കുകയാണ്. അത്ര കരുതലോടെ, അത്ര ശ്രദ്ധയോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആർക്കും വേണ്ടാതായിട്ടല്ല, ദൈവം സങ്കീർണമായും അതിഭയങ്കരമായും സൃഷ്ടിച്ചു മനുഷ്യനെ. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടോദാഹരണമാണ് മനുഷ്യൻ. ആർക്കും വേണ്ടാതെയല്ല, വളരെ കരുതലോടെ, വളരെ സ്നേഹാർദ്രമായി ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ പറയുന്നത് മനുഷ്യൻ പരിണമിച്ചുണ്ടായത് മാത്രമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ലോകം അതിനെ അങ്ങനെ പഠിപ്പിക്കുമ്പോഴും ദൈവം ഓർമ്മിപ്പിക്കുന്നു, ഞാനാണ് നിങ്ങളുടെ സൃഷ്ടിതാവ്, ഞാനാണ് നിങ്ങളുടെ ഉടയവൻ, ഞാനാണ് നിങ്ങളെ പരിപാലിക്കുന്നവൻ നിങ്ങൾ എന്ന് അവർ ഓർക്കണം. ഞാൻ നിങ്ങളെ ചുറ്റിപ്പരിപാലിച്ചു, ഞാൻ നിങ്ങൾക്ക് മേലെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു, ഞാൻ സദാകാലവും നിങ്ങളുടെ കൂടെ ഇരുന്നു, ഞാൻ നിങ്ങളെ കരുതലോടെയാണ് സൃഷ്ടിച്ചത്. നിങ്ങളെൻ്റെ മക്കളാണ്, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. എൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർതിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇരുളോ വെളിച്ചമോ വാളോ മുറിവോ എന്തൊക്കെയാവട്ടെ, അതിനൊന്നും എൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ മാറ്റുവാൻ കഴിയുകയില്ല. നീ ഭൂമിയുടെ ഗർത്തത്തിൽ പോയിരുന്നാലും സമുദ്രത്തിൻ്റെ അഗാധത്തിൽ പോയിരുന്നാലും എൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർതിരിക്കുവാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ ദൂരത്ത് നിന്ന് സ്നേഹിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സംരക്ഷിക്കും. നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൂതന്മാർ നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. എത്രമാത്രം ഹൃദ്യമാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം. ഈ സ്നേഹാർദ്രമായ ബന്ധം, ഞാൻ നിൻ്റെ സൃഷ്ടിതാവാണ്, ഞാൻ നിൻ്റെ ഉടയവനാണ് എന്നുള്ള ബന്ധത്തെ ഓർമ്മിപ്പിക്കാനാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച ദൈവമാണെന്ന് നിങ്ങൾ ആരാധിക്കുവിൻ, നിങ്ങൾ അംഗീകരിക്കുവിൻ. അതുകൊണ്ടാണ് ദൈവത്തെ സൃഷ്ടിതാവായി അംഗീകരിക്കുന്ന ഒരടയാളമാണ് സാബത്ത്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം 10 കൽപ്പന കൊടുക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളെ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നറിയിക്കുവാൻ നിങ്ങൾ ശബത്തിനെ അനുസരിക്കണമെന്നാണ്. ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. 7-ാമത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അന്ന് അവൻ സകല പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി. അതായത് സാബത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് സൃഷ്ടിതാവ് എന്ന് ദൈവത്തെ ഓർമ്മിപ്പിക്കാനാണ്. സൃഷ്ടിയുടെ അടയാളമായിട്ടാണ് സാബത്തിനെ ദൈവം നൽകിയത്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു എന്നോർക്കാൻ, സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളോടുള്ള ബന്ധത്തെ ഓർക്കാനാണ് ദൈവം സാബത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് കൽപ്പനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നിന്നെ അടിമ വീട്ടിൽ നിന്ന് മോചിപ്പിക്കുകയും ഞാൻ നിന്നെ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളത് ഓർക്കാൻ, സൃഷ്ടിതാവായ ദൈവത്തെ അടയാളപ്പെടുത്താനാണ്. നമ്മൾ ഭാരതീയരെന്ന നിലയിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ് പറയുന്നത്? നമ്മൾ ഇന്ത്യക്കാരാണെന്നറിയാൻ ഒരു അടയാളമുണ്ട്. ആ അടയാളം നമ്മുടെ അശോക സ്തംഭവും അശോക ചക്രവുമാണ്. അത് കാണുമ്പോൾ മറ്റെല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യ എന്ന റിപ്പബ്ലിക്, അതിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ ഭൂപ്രകൃതിക്കുള്ളിലുള്ള അതിൻ്റെ അവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവവും എന്നറിയുവാൻ എനിക്ക് നിങ്ങൾക്കും അത് അടയാളമായി ഞാൻ എൻ്റെ സാബത്തിനെ നൽകുന്നു. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച ദൈവമെന്നറിയാൻ എനിക്ക് നിങ്ങൾക്കും അത് അടയാളമായി ഞാൻ എൻ്റെ സാബത്തിനെ നൽകുന്നു എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവം എന്നറിയുവാൻ,
ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധീകരിക്കുന്ന ദൈവം. വിശുദ്ധീകരിക്കുന്ന ദൈവം എന്ന് വെച്ചാൽ നമ്മളെ പാപമില്ലാതാക്കി തീർക്കുന്ന ദൈവം, നമ്മളെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്ന ദൈവം, നമുക്ക് ദൈവത്തിൻ്റെ നീതി നൽകുന്ന ദൈവം. ആ ദൈവം യേശുക്രിസ്തുവാണ്. കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവനെ അർപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ പാപത്തെ വഹിച്ചിട്ട് നമ്മുടെ പാപത്തെ കവർ ചെയ്യാനായി പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ്റെ നീതി, അവൻ്റെ സ്വഭാവം, അവൻ്റെ പാപമില്ലാത്ത സ്വഭാവം നമുക്ക് നൽകി അവൻ നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ് എന്നറിയാൻ എനിക്കും നിങ്ങൾക്കും മധ്യേ അടയാളമായി ഞാൻ എൻ്റെ സാബത്തിനെ നൽകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സാബത്ത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ സൃഷ്ടിതാവായി അംഗീകരിക്കുന്ന അടയാളമാണ് സാബത്ത് എന്നാണ് പറയുന്നത്. ഇന്ന് പല സഭകളും പറയുന്നത് സാബത്ത് അനുസരിക്കുന്നവർക്ക് ക്രിസ്തുവില്ല എന്നാണ്. എന്നാൽ യേശു പറയുന്നത് ഞാൻ സാബത്തിനും കർത്താവാകുന്നു. ഐ ആം ദ ലോർഡ് ഓഫ് ദ സാബത്ത്. ഞാൻ സാബത്തിൻ്റെയും ഉടമസ്ഥനാണ്. ഞാൻ നിൻ്റെ സൃഷ്ടിതാവ് മാത്രമല്ല, ഞാൻ സാബത്തിനെയും സൃഷ്ടിച്ചു. മനുഷ്യൻ ശബദ് മുഖാന്തരമല്ല, ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ഞാൻ സാബത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്ന് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു സാബത്ത്, ഏഴാം ദിവസത്തെ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കാൻ ആവശ്യപ്പെടുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഏഴാം ദിവസം സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമല്ല, 10 കൽപ്പനയിൽ പറയുന്നത് കൊണ്ട് മാത്രമല്ല, ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാനാണ്. നമ്മൾ ദൈവത്തെ സൃഷ്ടിതാവായി അംഗീകരിക്കാനാണ്. അത് സകല ഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും അറിയിക്കാനുള്ള ഏറ്റവും വലിയ സുവിശേഷം ഇതാണ്. ഞാൻ സൃഷ്ടിതാവായ ദൈവമാണ്. ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്. ഞാൻ ആകുന്നു നിൻ്റെ ഉടമസ്ഥനെന്ന് നമ്മൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം സാബത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. അതായത് നിയമം അനുസരിച്ചുകൊണ്ട് രക്ഷ നേടുന്നതല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സൃഷ്ടിതാവാണെന്ന് അംഗീകരിക്കുന്നതാണ്. അതാണ് സുവിശേഷം. ലോകം മറന്നുപോയാലും ആരും മറക്കാതിരിക്കാൻ ഒരു പ്രത്യേക ദൂതനെ കൊണ്ട് ഈ അന്ത്യകാലത്ത് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഞാൻ സാബത്തിൻ്റെയും രക്ഷകനാണ്. ഞാൻ നിൻ്റെയും ഉടമസ്ഥനാണ്. നീ എന്നെ ആരാധിക്കണം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിന്നെ ആരാധിക്കണം എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ ദൂതൻ്റെ സന്ദേശം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആകയാൽ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിപ്പീൻ. സാത്താന് പോരാട്ടമുള്ളത് ഈ സാബത്ത് അനുസരിക്കുന്നവരോടാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ആ സഹിഷ്ണുതയുണ്ടാക്കുവാൻ, ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി അംഗീകരിക്കുവാൻ, സൃഷ്ടിതാവായി അംഗീകരിച്ച് ആരാധിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ സൃഷ്ടിതാവാണ്, നീ ഞങ്ങളുടെ ഉടമസ്ഥനാണ്. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു കർത്താവേ. അതാണ് ഞങ്ങൾക്കുള്ള നിത്യസന്ദേശം, രക്ഷാസന്ദേശം. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ.